നമസ്കാരമുണ്ടേ. അപ്പോൾ ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. എല്ലാവരും ഇന്ന് വീട്ടിലൊതുങ്ങി പള്ളിയിലുമൊക്കെ ആയിട്ട് എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് മറ്റന്നാൾ ഞാൻ ഈസ്റ്ററാണ്. അപ്പോൾ അങ്ങനെ ഈസ്റ്റർ വരുന്നു. അപ്പൂനൊരു തോക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൂനൊരു തോക്കുണ്ടാക്കി കൊടുക്കാൻ ഇന്നലെ മുതൽ ഞാൻ അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പൂ ബിസിയായിരുന്നു. തോക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പണ്ട് DC ബുക്സിൽ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന പുസ്തകം മേടിക്കാനായിട്ട് നേരത്തെ എൻ്റെ പുസ്തകമാണ്, ഞാൻ വായിച്ച പുസ്തകമാണ്. അത് വാങ്ങിക്കാനായിട്ട് പോയ സമയത്ത് അപ്പനെ കൊണ്ടാണ് പോയത്. അപ്പോൾ അവനോട് തോക്ക് കണ്ടിട്ട് എന്നോട് പറഞ്ഞില്ല അവന് വീട്ടിൽ തിരിച്ചു വന്നപ്പോഴാണ് ഈ ബുക്കും മേടിച്ചുകൊണ്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ആ തോക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുന്ന് വീണ്ടും തിരിച്ച് പോയി DC ബുക്സിൽ പോയി. അപ്പോൾ അവിടെ പോയിട്ട് അവന് ഞാൻ ഇത് മേടിച്ചു കൊടുത്തു, ആ തോക്ക്. അന്ന് 2500 രൂപ അവനോട് മേടിച്ചു ആ തോക്ക്. അപ്പം ആ തോക്കൊക്കെ അവൻ്റെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു അതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്ററായിട്ട് തോക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. ഈ സൈക്കിൾ ബോൾ ഇട്ടടിക്കുന്നത് സൈക്കിൾ ബോളാണ്. അപ്പോൾ ഇതാണ് അപ്പൻ്റെ തോക്ക്. കണ്ടോ, ഈ സൈക്കിൾ ബോൾ ഇട്ട് ഓടിക്കുകയാണ്. ഇതല്ലേ ഈ സൈക്കിൾ ബോൾ ഈ ഗ്രൂവിൽ കൂടെ ഓടിച്ചാൽ ഈ ഗ്രൂവിനകത്ത് കയറത്തില്ല, വെളിയിൽ പോകും. കണ്ടല്ലേ? അങ്ങനെ ആയിരിക്കണം സൈക്കിൾ ബോളിൻ്റെ ഗ്രൂവ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോൾ ഇടുമ്പോൾ ഈ ഗ്രൂവിനകത്തിൽ തന്നെ കിടക്കണം. അതിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ബോൾ എവിടുന്ന് ഇനി ഇടും എന്നാണ് നിങ്ങളുടെ സംശയം. അതിന് നമ്മുടെ ഈ കാഞ്ചിയുടെ തൊട്ട് മുന്നിലായിട്ട് ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. നോക്കിയപ്പോൾ കാണിച്ച് കണ്ടോ? ഈ ഹോളിനകത്തിലേക്ക് ഈ ബോൾ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ഈ ബോൾ വന്ന് കിടക്കുന്നത് കണ്ടോ? ഇതാണ് ഇത് കുട്ടികളാണ്. ഇതാണ് ബോൾ. ഈ ബോളിന് അവിടെ കിടക്കും. ബോൾ തവണ നമ്മളിങ്ങനെ തട്ടിയാൽ ഒന്നും ബോൾ അവിടുന്ന് മാറത്തില്ല. കാണുന്നത് ഈ ബോളിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ മൊബൈൽ കവറിനകത്തിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന മൊബൈൽ കവറിൽ അതിനകത്തിൽ ഒരു മാഗ്നറ്റിക് ഉണ്ട്. ആ മാഗ്നറ്റിക്കിലേക്കിട്ടാണ് ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തിട്ട് മൊബൈൽ അടച്ചു വെക്കുന്നത്. അത് ഇളക്കിയെടുത്തിട്ട് ഒരു കവർ ചെയ്യാൻ ഇളക്കി എടുത്തിട്ട് ഒരു മാഗ്നറ്റ് എടുത്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രൂവ് കൊടുത്തിട്ട് ആ ഗ്രൂവിനകത്തിലാണ് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ബോൾ നമ്മൾ ഇവിടുന്ന് ഇടുമ്പോൾ ഇത് ബോൾ അനങ്ങത്തില്ല, ഇതിങ്ങനെ കിടക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൂവിനകത്തിലാണ് റബ്ബർ ബാൻഡ് കിടക്കുന്നത് കേട്ടോ. ഈ ഗ്രൂവിൽ കൂടെ ഓടും. അപ്പോൾ ഈ റബ്ബർ ബാൻഡ് വലിച്ച് ഇങ്ങനെ പുറകിലേക്ക് കൊണ്ടുവരിക. ഈ കാഞ്ചി ഒന്ന് വലിച്ചിട്ട് റിലീസ് ചെയ്യുക. ഇതവിടെ കിടക്കും. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ മുൻവശത്താണ് ഈ മാഗ്നറ്റ് കിടക്കുന്നത്. ഈ മാഗ്നറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇത് ബോളിടും. കേട്ടോ? മോനെ കാണാമെന്ന് നോക്കി, ബോൾ കിടക്കുന്ന കാണാൻ നോക്കി. ഇവിടെ ബോളുണ്ട്, നോക്കി. കറക്റ്റ് ഉണ്ട്. ആ മാഗ്നറ്റിൻ്റെ മേളിൽ ബോൾ കിടപ്പുണ്ട്. നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നമ്മൾ മാറ്റിയാലോ ഒന്നും ആ ബോൾ പോകത്തില്ല. എന്നിട്ട് നമ്മൾ ഈ കാഞ്ചി വലിക്കുക. കാണിച്ചപ്പോൾ കാഞ്ചി വലിച്ച് കാണിക്കാൻ പറ്റത്തില്ല. അതിനാണ് ബോൾ നല്ല ഫാസ്റ്റായിട്ട് പോകും. നമ്മുടെ എയിം എവിടെയാണോ ആ എയിം ഇത് കണ്ടില്ലേ, ഈ എയിമിൽ ചെന്ന് പട്ടക്കെന്നടിക്കുകയും ചെയ്യും. അത് നമ്മൾ വെളിയിൽ വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഇപ്പോൾ അമ്മയൊക്കെ വിട്ടിരിക്കുന്നത് അമ്മായിമ്മയാണ്. അമ്മായിമ്മ കാണിച്ച് അമ്മ ഒരു ഹായ് പറഞ്ഞ. അമ്മേ ഒരു ഹായ് പറഞ്ഞ, ചുമ്മാ ഒരു ഹായ് പറഞ്ഞ, കൈ കാണിച്ച് ഹായ്. പാവം. അപ്പോൾ അമ്മയൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് അടിക്കാൻ പറ്റില്ല. TV അങ്ങപ്പുറത്ത് ഓണാണ്. അപ്പോൾ ഇത് അടിക്കാൻ പറ്റത്തില്ല. എങ്കിലും ഇനി എൻ്റെ ഡേഞ്ചറസ് ഒരു എഫക്റ്റ് പറയാം. എന്ന് പറഞ്ഞാൽ ഇത് ആണിയാണ്, കോൺക്രീറ്റ് ആണ്. കണ്ടില്ല? ഈ കോൺക്രീറ്റ് ആണി ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെയാണ് ബോൾ ഇടുന്നത്. ഇങ്ങനെ ഈ ബോൾ ഇടുമ്പോൾ ഈ കാന്തത്തെ പോയി ഈ ബോള് ഇത് ഇടുമ്പോൾ ഈ കാന്തത്തെ പോയി ഫിറ്റാവും. കണ്ടില്ല? പിന്നെ ഈ ബോൾ അണങ്ങാൻ തന്നെ പിന്നെ അടിച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു തമാശന് വേണ്ടി ചെയ്യാം. ഇത് തമാശ അല്ല, ഇത് ഇച്ചിരി സീരിയസ് ആണ്. ഈ ആണി തന്നെ ഇങ്ങനെ കണ്ട കോൺക്രീറ്റ് ആണിയാണ് ഇതിനകത്തിലേക്ക് കയറ്റി വിട്ടാൽ. എന്നിട്ട് മുമ്പേ പറഞ്ഞ അതേ പ്രോസസ്സ് ഈ റബ്ബർ വലിച്ച് ഇവിടെ ഇടുക. അടിച്ചാൽ ഇതിനകത്തിൽ ഒരു 4 ആണി 5 ആണി കയറും. മനസ്സിലല്ലേ? ദാറ്റ്സ് ഡേഞ്ചറസ്. അത് പറയാൻ പാടില്ല. എങ്കിലും അതിങ്ങനെ നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഓക്കെ. ഇതൊക്കെയാണ് നമ്മൾ 2500 രൂപ കൊടുത്ത് നോക്കിനെക്കാട്ടിലും ഭയങ്കര ഹൈ എഫക്റ്റ് ആണിത്. അപ്പോൾ ഹാപ്പി അല്ലേ? അപ്പോൾ ഓക്കെ.